ചേച്ചി ചേച്ചിയോ? ആരുടെ? കൊള്ളക്കാർക്ക് കൂട്ടുനിന്ന് നിന്റെ? എടാ, നിന്നെ എന്ത് ചെയ്തിട്ടാണ് നീ ഇങ്ങനെ പിണങ്ങിയിരിക്കുന്നത്? അച്ഛനെയും അമ്മയെയും ഞങ്ങളെയും നീ എന്തിനിങ്ങനെ കണ്ണീര് കുടിപ്പിക്കുന്നു? അച്ഛനല്ലേ എന്നെ പോലീസിൽ പിടിപ്പിക്കുമെന്ന് പറഞ്ഞത്? എന്റെ കൂട്ടുകാരൻ രതീഷിനെ അച്ഛനല്ലേ വെടിവെച്ചു കൊന്നത്? രതീഷിനെ കൊന്നത് നിന്റെ അച്ഛനല്ല ബിജു, ഒരു കൊള്ളക്കാരനാ. ഞാൻ കണ്ടതാണ്. 1,00,000 രൂപ കൊടുത്ത് എന്നെ മോചിപ്പിക്കുന്നതിന് പകരം അച്ഛൻ രേഖയുടെ കല്യാണം നടത്താൻ നോക്കിയതോ? അതുകൊണ്ട് ഞാൻ തന്നെയാണ് ആ രൂപ മോഷിച്ചത്. എന്ത്? ആ രൂപ മോഷിച്ചത് നീയാണോ? എന്റെ ദൈവമേ! അതുകൊണ്ട് സംഭവിച്ചെന്താണെന്ന് നിനക്കറിയോടാ? കല്യാണം മുടങ്ങി അവമാനം സഹിക്കാഞ്ഞ് രേഖ ആത്മഹത്യ ചെയ്തു. മരിച്ചോ? അതെ, ഇനിയിപ്പോ ഞങ്ങളും മരിക്കാൻ തയ്യാറാണ്. ഇനിയെങ്കിലും നീ വീട്ടിലേക്ക് തിരിച്ചു പോ. അപ്പോ അച്ഛൻ എന്നോട് പിണക്കമില്ലേ? എന്നെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കില്ലേ? ഇല്ല മോനെ, ഒരിക്കലും ഇല്ല. നീ എപ്പോ തിരിച്ചു വരുമെന്ന് അച്ഛൻ കാത്തു കാത്ത് കഴിയുകയാണ്. നീ ഇനിയെങ്കിലും തിരിച്ചു പോയില്ലെങ്കിൽ ഒരുപക്ഷെ നിനക്ക് അച്ഛനെ ഒരിക്കലും കാണാൻ പറ്റില്ലെന്ന് വരും. നേരാണ് ചേച്ചി. അതെ മോനെ. ഇല്ല, അച്ഛനൊന്നും സംഭവിക്കരുത്. വരി ചേച്ചി, നമുക്ക് പോകാം. രക്ഷപ്പെടുത്താൻ ശ്രമിച്ചാൽ ഒന്നു കളയാനാണ് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായോ? ഗംഗേട്ടാ! സത്യം പറയൂ, നീ പോലീസുകാരനല്ലേ? പറയൂ. അല്ല, ഞാൻ പോലീസല്ല, വേഷം കെട്ടിയതാണ് വയറ്റിപ്പഴപ്പിന് വേണ്ടി. കൂലിക്ക് വേഷം കിട്ടിയെന്നോ? ആര് പറഞ്ഞിട്ടാ? പറയൂ. എന്നെ പോലീസ് വേഷം കെട്ടിച്ചത് എന്ത് സംഭവിച്ചു? നിർമ്മലയെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ ഓടിയപ്പോ 2 പോലീസുകാരനെ തടഞ്ഞെന്ന് ഞാൻ പറഞ്ഞില്ലേ? അതിലൊരുത്തരാണിവൻ. ഇവൻ പോലീസല്ലായിരുന്നു. ആരും ഇവനെ കൂലിക്ക് വേഷം കെട്ടിച്ചാണ്. അതെന്തിനാണെന്ന് അവൻ പറഞ്ഞു തുടങ്ങിയപ്പോഴേക്കും അവനെ ആരും വെടിവെച്ചു കൊന്നു. വെടിവെച്ചത് ആരായാലും അധിക ദൂരം പോയിരിക്കാൻ ഇടയില്ല. ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരാം. അവനെ ഞാൻ കൊന്നില്ലായിരുന്നെങ്കിൽ നമ്മുടെ എല്ലാ പ്ലാനുകളും തകർന്നേനെ. അന്ന് നമ്മളാണ് അവനെ പോലീസ് സ്റ്റേഷൻ കെട്ടിച്ചെന്ന് അവൻ പറയാൻ തുടങ്ങുകയായിരുന്നു. ഗംഗാധരനെ നമ്മളെ സംശയമുണ്ടോ? ഇതുവരെ ഇല്ലെന്ന് തോന്നുന്നു. ഏതായാലും ഇനി ഈ നാടകം കൂടുതൽ നടക്കുകയില്ല. ചെയ്യാനുള്ളതെല്ലാം നമ്മൾ ചെയ്തു കഴിഞ്ഞു. അവന്റെ ഭാര്യയെ നശിപ്പിച്ചത് ഞാനാണെന്ന് അവൻ അറിഞ്ഞാൽ പിന്നെ തലയുണ്ടാവില്ല. മേനോൻ സാറിന് ഉടനെ വിവരം അറിയിക്കണം. പരമേശ്വരൻ നായരെ, ഇത് നേരിട്ട് IG അദ്ദേഹത്തിന്റെ കയ്യിൽ തന്നെ കൊടുത്തേക്ക്. യെസ് സർ. പരമേശ്വരൻ നായരെ, ഈ വരൂ. ആ ലെറ്ററിങ് ഏത് വരൂ. എന്താണിത്? നിങ്ങൾ എന്തിനു രാജിവെക്കുന്നു? എന്റെ മക്കളുടെ ജീവൻ രക്ഷിക്കാൻ. ഒരു കള്ളന്റെ വാക്ക് കേട്ട് നിങ്ങൾ ഈ ഉദ്യോഗം രാജിവെച്ചിട്ട് മക്കളെ രക്ഷപ്പെടുത്താമെന്നോ? ഇതുവരെ കൊള്ളക്കാരെ കീഴടക്കിയിരുന്ന നിങ്ങൾ ഇന്ന് മക്കൾക്ക് വേണ്ടി ഒരു കൊള്ളക്കാരന് കീഴടങ്ങാൻ പോകുന്നു. ഒരിക്കൽ എന്നോട് പറഞ്ഞത് ഓർമ്മയുണ്ടോ? നാടിന്റെ നന്മയ്ക്ക് വേണ്ടി ഈ യൂണിഫോം എന്ന് ധരിച്ചോ അന്നു മുതൽക്ക് ഞാൻ മാത്രമല്ല
എന്റെ കുടുംബാംഗങ്ങൾ വരെ എന്ത് നേരിടാൻ തയ്യാറായിരിക്കണമെന്ന്. പക്ഷെ ഇന്ന് നിങ്ങളുടെ ധീരതയെല്ലാം നശിച്ച് കടപ്പാടുകളെല്ലാം മറന്ന് വെറും ഒരു അച്ഛനായി നിൽക്കുകയാണ്. മറ്റുള്ളവർ പുകഴ്ത്തി പാടിയ നിങ്ങളുടെ ആ ധീരത എവിടെ? കമ്മീഷണർ രാജശേഖരൻ തമ്പി മക്കൾക്ക് വേണ്ടി കടമ മറക്കരുത്, ദുർബലനാകരുത്. നിങ്ങൾ പോണം, കമ്മീഷണറായി തന്നെ പോണം, ഈ വേഷത്തിൽ തന്നെ പോണം. എന്റെ മക്കൾക്ക് എന്തും സംഭവിക്കട്ടെ, ഞാൻ അവരുടെ അമ്മയാണ്. കടമയ്ക്ക് വേണ്ടി മക്കളെ ബലി കൊടുക്കേണ്ടി വന്നാൽ ഇന്ന് ഞാൻ അതിനും ഒരുക്കമാണ്. അനീതിയോട് തോറ്റിട്ടല്ല, അതിനെ എതിർത്ത് പോരാടാൻ. പോകൂ. Yes, you are right. നീ ആ കോട്ടൂരിയില്ല. ഇല്ല, ഞാൻ കമ്മീഷണർ രാജശേഖരൻ തമ്പിയാണ്. ആ തോക്ക് എന്റെ നേരെ പൊട്ടില്ല. നിന്റെ മകളുടെ ജീവൻ എന്റെ കയ്യിലാണ്. എന്റെ കൺമുമ്പിൽ കൊണ്ടുവന്ന് അവനെ അറുത്ത് മുറിച്ചാലും അത് സഹിക്കാനുള്ള മനക്കരുത്ത് നേടിയാണ് ഞാൻ വന്നത്. ഞാൻ ഈ തോക്ക് നിന്റെ നേരെ ഉപയോഗിക്കില്ല. കാരണം എനിക്ക് നിന്റെ ജീവനോടെ വേണം. ഈ സന്ദർഭത്തിന് വേണ്ടിയാണ് ഇത്രയും കാലം ജയിൽ ചാടി ഞാൻ കാത്തിരുന്നു. എനിക്കൊരു ജീവൻ തരാമെന്ന് പറഞ്ഞാണ് നീ എന്നെ കൊണ്ടുപോയത്. എന്റെ ജീവനെ ഈ ദ്രോഹി നശിപ്പിച്ചു. നീ വെച്ചതിന്റെ പേരിൽ നീ എന്നെ കൂട്ടുവന്നു. എന്റെ ഭാര്യയുടെ ജീവൻ രക്ഷിക്കാൻ ഒരു നിമിഷത്തിന് വേണ്ടി ഞാൻ യാചിച്ചു. നീ തന്നില്ല. ഈ മരുമകന് വേണ്ടി നീ എത്ര നീവിനൊക്കെ നടത്തി. എനിക്കൊരു വിചാരണയില്ല, വിധി മാത്രം. നിങ്ങൾ രണ്ടുപേരും ഇഞ്ചിഞ്ചായി മരിക്കുന്നത് ഞാൻ കാണണം. അതിനു മുമ്പ് സ്വന്തം മകളോ ഭാര്യയോ വേദനയും അപമാനവും കൊണ്ട് പിടയുന്നത് കാണുമ്പോ ഒരു മനുഷ്യന്റെ മനസ്സ് എത്ര വേദനിക്കുമെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇവരുടെ ദേഹത്ത് ഞാൻ മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തി. തീയെ കിടന്ന് പിടഞ്ഞു മരിക്കുന്നത് നിങ്ങൾ ഇവരും കാണണം. ഒഴിക്കടാ. No.
എല്ലാം പറ. ഇനി ഇവനെ കൊണ്ട് നമുക്ക് ഉപയോഗമില്ല, തിരിച്ചു കൊണ്ടുപോകാനാവത്തുമില്ല. പോലീസിന്റെ എച്ചിലൊക്കെ തിരിച്ചു വന്ന ഈ പട്ടിയെ ഇനി നമുക്ക് ആവശ്യമില്ല. അതേടാ, ഇനി നിന്നെ ഞങ്ങൾക്ക് ആവശ്യമില്ല. നിന്റെ ഭാര്യയിൽ നിന്ന് നിന്നെ വേർപ്പെടുത്തിയാലെങ്കിലും നിന്നെ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടുമെന്ന് കരുതി ഞാൻ തന്നെയാണ് നിന്റെ ഭാര്യയെ നശിപ്പിച്ചത്. ആ കുറ്റം മോഹനിൽ ചുമത്തിയാൽ നീ പോലീസിനെ വെറുക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. എന്റെ കണക്കുകൂട്ടൽ തെറ്റിയില്ല. പക്ഷെ ഇപ്പോൾ ഈ സത്യങ്ങൾ മനസ്സിലാക്കിയ നിന്നെ ഇനി ഞങ്ങളുടെ കൂടെ വെച്ചുകൊണ്ടിരിക്കാൻ സാധ്യതവല്ല. എന്തുവാണ് നോക്കിയിരിക്കുന്നത്? ഓടി പറയണം. മോനെ മോനെ ഗംഗേട്ടനെ രക്ഷിക്കു വെച്ച ഗംഗേട്ടൻ പാവമാണ് അച്ഛ. പോകൂ അച്ഛ, പോകൂ. ഞാൻ അങ്ങയെ വേദനിപ്പിച്ചു. എന്നോട് ക്ഷമിക്കൂ. എന്റെ പ്രതികാരം തീർന്നു. നിർത്തൂ, നിർത്താൻ. നിങ്ങൾ എല്ലാവരും ആയുധങ്ങൾ ഈ കാലത്തിൽ വെക്കൂ.
മോനെ എന്ത് പറ്റി മോനെ? ഇത് എന്റെ മോനെ എന്ത് പറ്റി? മോനെ 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 എന്ത് പറ്റി മോനെ? എന്റെ മോനെ എന്ത് പറ്റി? മോനെ 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 അങ്ങ് എനിക്കൊരു ജീവിതം തന്നു. അതനുഭവിക്കാനുള്ള ഭാഗ്യം എനിക്കില്ലാതെ പോയി. അങ്ങയുടെ കുടുംബത്തിന് ഞാൻ ഒരുപാട് ദ്രോഹം ചെയ്തു. എന്റെ തെറ്റുകൾക്ക് മാപ്പില്ല എന്ന് എനിക്കറിയാം. അങ്ങേക്ക് എന്നെ അറസ്റ്റ് ചെയ്യാം. അതിനു മുമ്പ് ഒരു യാചന മാത്രം. മോനെ, ബിജുമോനെ അവന്റെ സംസ്കാര സ്ഥലത്ത് വരെ എടുത്തു ചെല്ലാൻ അങ്ങനെ അനുവദിക്കണം.